നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർ, സഞ്ജു സാംസണിൻ്റെ ആരാധകരെ കാത്തിരുന്ന വാർത്ത എത്തി. അവരുടെ നായകൻ സഞ്ജു സാംസൺ ഇതാ വീണ്ടും റെഡിയായിരിക്കുന്നു ടീമിനെ നയിക്കാൻ. ഇപ്പോൾ ആദ്യത്തെ 3 മത്സരങ്ങളിൽ സഞ്ജു സാംസൺ അല്ല രാജസ്ഥാൻ റോയൽസിനെ നയിച്ചത്. നമുക്കറിയാം, അത് റിയാൻ പരാഗാണ് ഇൻ പ്ലേസ് ഓഫ് സഞ്ജു സാംസൺ ടീമിനെ നയിച്ചുകൊണ്ടിരുന്നത്. സഞ്ജുവിന് ബാറ്റിങ്ങിന് മാത്രമുള്ള ക്ലിയറൻസ് ആണ് BCCIയുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വിക്കറ്റ് കീപ്പിങ്ങിനുള്ള ക്ലിയറൻസ് കൂടി കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ജേർണലിസ്റ്റ് ഗൗരവ് ഗുപ്ത വിശദമായിട്ട് തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്, BCCIയുടെ ഒരു സോഴ്സ് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറയുന്നത് ഇങ്ങനെയാണ്: രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, അദ്ദേഹത്തിന് റൈറ്റ് ഇൻഡെക്സ് ഫിംഗറിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ സർജറി കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരുവിലേക്ക് ഗുവാഹട്ടിയിൽ നിന്ന് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ക്ലിയറൻസ്, COEയുടെ മെഡിക്കൽ ക്ലിയറൻസ് കീപ്പിങ്ങിന് വേണ്ടി ലഭിക്കാനായി പോയിരുന്നു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഫൈനൽ ഫിറ്റ്നസ് ടെസ്റ്റ് NCAയിൽ വെച്ച് അദ്ദേഹം ക്ലിയർ ചെയ്തിരിക്കുന്നു. സോ അദ്ദേഹത്തിന് ഇനി വിക്കറ്റ് കീപ്പ് കൂടി ചെയ്യാം. അതായത് നായകനായിട്ട് അദ്ദേഹം തിരികെ എത്തും. ഇറ്റ് മീൻസ് ദാറ്റ് സാംസൺ will be leading the Rajasthan Royals in their next match on April 5th against Punjab Kings at മുല്ലാൻപൂർ. അടുത്ത മത്സരത്തിൽ PBKസിനെതിരെ സഞ്ജു സാംസൺ നായകനായിട്ടുണ്ടാകും. ഇനീഷ്യലി നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു പാർഷ്യൽ ക്ലിയറൻസ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇമ്പാക്റ്റ് സബ് രൂപത്തിലും മറ്റുമൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഫീൽഡിങ്ങിൽ സമയത്ത് അദ്ദേഹം ഇല്ല എന്നുള്ളത് രാജസ്ഥാൻ റോയൽസിന് പലപ്പോഴും തിരിച്ചടിയായിട്ടുണ്ട്. അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ഫീൽഡിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മികച്ച തീരുമാനങ്ങളും മറ്റുമൊക്കെ വരുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന നിരവധി രാജസ്ഥാൻ റോയൽസ് ആരാധകരുണ്ട്. സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ SRHനെതിരെ അദ്ദേഹം 66 റൺസ് എടുത്ത് തുടങ്ങി. പക്ഷേ KKRനെതിരെ 13 റൺസും CSKക്കെതിരെ 20 റൺസുമാണ് എടുത്തിരുന്നത്. RRനെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സഡ് സ്റ്റാർട്ടാണ്. ആദ്യത്തെ 2 മത്സരങ്ങൾ തോറ്റു, പക്ഷേ പിന്നെ CSKക്കെതിരെ അവർ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും നായകൻ സഞ്ജു സാംസൺ ടീമിനെ നയിക്കാനായിട്ട് തന്നെ എത്തുമ്പോൾ, ക്യാപ്റ്റനായിട്ട് തന്നെ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ RRനത് കൂടുതൽ ആവേശം പകരും, മോട്ടിവേഷൻ നൽകും എന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.